ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ വിജയിച്ചു. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖരനും പന്ന്യൻ രവീന്ദ്രനുമായിരുന്നു. മത്സരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്നു, കഴിവുള്ളയാളാണ്. അദ്ദേഹം വിജയിച്ചാൽ വീണ്ടും മന്ത്രിയാകും, തിരുവനന്തപുരം മണ്ഡലത്തിന് വളരെയേറെ പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കത്തക്ക ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. അത് നമുക്ക് പ്രകടമായി കാണാവുന്നത് ശശി തരൂർ നടത്തിയ പ്രചരണ വേളയിൽ പോലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ശശി തരൂരിൻ്റെ പരാജയം ഉറപ്പു വന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ എന്നുള്ള നിലയിൽ ശ്രീ സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി രംഗത്ത് വരികയുണ്ടായി. 2024 ഏപ്രിൽ 4 അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ശശി തരൂർ അസൽ നായരാണ്, അല്ലാതെ ഡൽഹി നായരല്ല. ശശി തരൂരിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് മാറി. അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായി അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ അദ്ദേഹം ശശി തരൂർ അസൽ നായർ എന്ന് സ്ഥാപിച്ചു. കൂടാതെ അദ്ദേഹം മറ്റ് ചില കാര്യങ്ങളൂടെ പറഞ്ഞു. ശശി തരൂർ ഒരു തറവാടി നായരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ളയാളാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളയാളാണ് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ പറച്ചിലിൻ്റെ പിന്നിലെ ചേതോവികാരം വളരെ വ്യക്തമാണ്. ഈ പ്രയോഗങ്ങളിലൂടെ അദ്ദേഹം പറയാതെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ അസൽ നായരല്ല, തറവാടി നായരല്ല എന്നൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെ ഒരാളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നായർ സമുദായത്തിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കാരണം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം. രാജാവിനോടൊപ്പം ഭരണരംഗത്തും എല്ലാ രംഗങ്ങളിലും സഹകരിച്ചും ഒക്കെ നിന്നതും വളർന്നതും ഒക്കെ നായർ സമുദായ അംഗങ്ങളായിരുന്നു. അവിടെയുള്ള നായന്മാർ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടവരും ഉൾപ്പെടെയുള്ളവരാണ്, തറവാടി നായന്മാരാണ്, അവരൊക്കെ അസൽ നായന്മാരാണ്. അപ്പോൾ അവർക്ക് ശ്രീ സുകുമാരൻ നായർ നൽകിയ സന്ദേശം ഇവിടെ രാജീവ് ചന്ദ്രശേഖരനല്ല ജയിക്കേണ്ടത്, മറിച്ച് ശശി തരൂരാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ അദ്ദേഹത്തിന് NSS ജനറൽ സെക്രട്ടറിയോട് യാതൊരു വിധേയത്വവും ഉണ്ടാകത്തില്ല. മറിച്ച് ശശി തരൂരാണെങ്കിൽ പരാജയപ്പെടാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് MP ആക്കിയ ആ ഒരു ക്രെഡിറ്റ് സുകുമാരൻ നായർ സാറിന് ലഭിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിനീത വിധേയനായി ശ്രീ ശശി തരൂർ മാറും എന്നുള്ളതും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ സുകുമാരൻ നായർ സാർ പ്രയോഗിച്ച തന്ത്രം ജാതി തീവ്രത ആ മണ്ഡലത്തിലെ ആ സമുദായ അംഗങ്ങളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന് പ്രവചിച്ചിരുന്നതാണ്. ഈ പ്രയോഗങ്ങളിലൂടെ നായർ സമുദായങ്ങളുടെ ഇടയിൽ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അവജ്ഞയും വെറുപ്പും ഉണ്ടാകാനും ശശി തരൂരിനെ കുറിച്ച് അമിതമായ ബഹുമാനവും ആദരവും ഉണ്ടാകാനും സഹായിച്ചു. അതുവഴി രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കേണ്ടിയിരുന്ന കുറഞ്ഞ 1 ലക്ഷം വോട്ടെങ്കിലും
ശശി തരൂരിന് പോയി എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ നവോത്ഥാനം അതിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ കേരളത്തിൽ ജാതി ചിന്തകൾ, ഉച്ചനീചത്വം ഇതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിശേഷിച്ചും ഹിന്ദു സമൂഹം സംഘടിതരായി ഈ നാടിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം കൂടിയാണ്. എന്നിരുന്നിട്ട് പോലും അദ്ദേഹം നടത്തിയ ഈ പ്രയോഗങ്ങൾ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ തരത്തിൽ ജാതി തീവ്രത വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി NSS എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് തുടരണമോ എന്ന് പോലും ഇവിടുത്തെ നായർ സമുദായ അംഗങ്ങൾ ചിന്തിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ജാതി പ്രയോഗത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.